ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. ഇന്ന് കറക്റ്റ് ട്രെൻഡ് ലൈനിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു പുട്ട് ഓപ്ഷൻ 51,000ന്റെ പി പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം 4000 സംതിങ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഏകദേശം 4000 സംതിങ് ആണ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 5 മിനിറ്റ്സിന്റെ ചാർട്ടാണ്. ഒരു 1 മിനിറ്റിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കണ്ടു ഇവിടുന്ന് ഒരു സപ്പോർട്ട് ഫോം ചെയ്ത് ഇപ്പൊ നല്ല ഒരു അപ് ട്രെൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 51,000 സ്ട്രോങ് സപ്പോർട്ടാണുള്ളത്. മാർക്കറ്റ് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ സപ്പോർട്ടാണ് എന്നുള്ള കാര്യം. ഇന്നലെ നമ്മൾ അനാലിസിസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മളൊരു എൻട്രി എടുത്തിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ നിന്നാണ് എൻട്രി എടുത്തിട്ടുള്ളത്. ഏകദേശം 4000 സംതിങ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. ഏകദേശം 13,000 സംതിങ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 9:41 നമ്മൾ ഈ ട്രേഡിൽ എൻട്രി ചെയ്തത്. ജസ്റ്റ് 150 ക്വാണ്ടിറ്റി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 10:03 ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രേഡിൽ ഏകദേശം നല്ല നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 14,000 സംതിങ് വരെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ 13,675 രൂപയാണ് ഈ ഒരു ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം ചാർജ് എന്ന് പറയുന്നത് വെറും 96 രൂപയാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ട്രേഡിൽ വന്ന ചാർജ് എന്ന് പറയുന്നത്. 40 റുപ്പീസ് ബ്രോക്കറേജ് ടാക്സ് എല്ലാം അടക്കം ഏകദേശം 96 രൂപയാണ് നമുക്ക് ചാർജ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ട്രേഡ് നമ്മൾ ജസ്റ്റ് ഒരു ഇപ്പൊ സമയം ജസ്റ്റ് 10:04 ആയിട്ടുള്ളൂ. നമ്മൾ 13,600 റുപ്പീസ് നമ്മൾ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ, നമ്മൾ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജിൽ ഒരു സ്ട്രഗ്ലിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ ജസ്റ്റ് പ്രൈസ് ആക്ഷനിൽ പഠിക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടത്. ആ പ്രൈസ് ആക്ഷനിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ റിസ്ക് മാനേജ്മെന്റ് ആണ്. എന്ത് പ്രൈസ് ആക്ഷൻ ഉണ്ടായിട്ടും റിസ്ക് മാനേജ്മെന്റ്, പൊസിഷൻ സൈസിങ് ഒന്നും ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിൽ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് ട്രേഡിങ്. അത് ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ഒരുപാട് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുക, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഒരു ജേണിയുടെ നമുക്ക് അത്ര പെട്ടെന്ന് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റും എന്നുള്ളത്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, റിവെഞ്ച് ട്രേഡ്, ഓവർ ട്രേഡിങ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് വേണ്ട കാര്യം എന്ന് പറയുന്നത് ലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, ബിഗ് ലോസ് ഒഴിവാക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ കഴിയും. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു.